ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അഥവാ RBIയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. RBIയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, RBIയുടെ മോണിറ്ററി പോളിസീസ്, അങ്ങനെ ഇക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എക്സാമുകൾക്ക് വരുന്നുണ്ട്. റീസെൻ്റായി കഴിഞ്ഞുപോയ ഡിഗ്രി പ്രിലിംസ് എക്സാമിനും 10th മെയിൻസിൻ്റെ സെക്രട്ടേറിയറ്റ് OA എക്സാമിനും എല്ലാം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യങ്ങളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസീസും ചർച്ച ചെയ്യാം. ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കറിയാം, ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. RBI ആണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക്. 1949 RBIയെ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായി പ്രഖ്യാപിച്ചത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് ഇങ്ങനെയൊരു കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ RBI നിലവിൽ വന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം 1926 ഹിൽട്ടൺ യങ് കമ്മീഷൻ രൂപീകൃതമായത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ മറ്റൊരു പേരാണ്. RBI നിലവിൽ വരാൻ കാരണമായിട്ടുള്ള കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്ന് വേണം ഉത്തരം പറയാനായിട്ട്. എന്നാൽ RBI നിലവിൽ വരാൻ കാരണമായിട്ടുള്ള ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ 1934 മാർച്ച് 6 പാസ്സാക്കിയ RBI ആക്ട് എന്നായിരിക്കണം ഉത്തരം. ക്ലിയർ ആയല്ലോ? ഇനി 1935 ഏപ്രിൽ 1 RBI പ്രവർത്തനം ആരംഭിക്കുന്നത്. 1935 ഏപ്രിൽ 1 RBI പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊൽക്കത്തയിലായിരുന്നു. പിന്നീട് 1937 മുതലാണ് മുംബൈ RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് മാറുന്നത്. 1937 മുതലാണ് മുംബൈ RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സായി മാറുന്നത്. അതിനു മുൻപ് കൊൽക്കത്തയിലായിരുന്നു. അതുപോലെ കേരളത്തിൽ RBIയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ് ഉത്തരം. ഇനി ഈ RBIയുടെ സ്ഥാപിത മൂലധനം 5 കോടി രൂപയാണെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ RBIയുടെ ചിഹ്നം നമുക്കറിയാം, മൃഗം. ആ ചിഹ്നത്തിൽ കാണുന്ന മൃഗം കടുവയാണെന്നും അതുപോലെ വൃക്ഷം എണ്ണപ്പനയാണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. 1935 ഏപ്രിൽ 1 സ്ഥാപിതമായ RBI ദേശസാൽക്കരിക്കപ്പെട്ടതെന്നാണെന്ന് ചോദിച്ചാൽ 1949 ജനുവരി 1. 1949 ജനുവരി 1 RBI ദേശസാൽക്കരിക്കപ്പെടുന്നത്. ആ സമയത്തെ RBI ഗവർണറായിരുന്നത് സർ CD ദേശ്മുഖാണ്. അദ്ദേഹമാണ് RBI ഗവർണറാകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന പോയിന്റ് കൂടി ഓർത്തു വയ്ക്കുക. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാകുന്നു. ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കിയത് 1949 ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളെ നിയന്ത്രിക്കുന്ന നിയമമാണ് ഈ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ആദ്യ പേര് ബാങ്കിംഗ് കമ്പനീസ് ആക്ട് എന്നായിരുന്നു. അപ്പോൾ RBI അടക്കമുള്ള എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന നിയമമാണ് ഈ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്. ഈ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ കേന്ദ്ര ബാങ്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പ്രഖ്യാപിക്കുന്നത്. ബാങ്കുകളുടെ ബാങ്ക്, വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ, സർക്കാരിൻ്റെ ബാങ്ക് എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് RBI ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയുമ്പോൾ എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക്. രാജ്യത്ത് പ്രവർത്തിക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ നൽകുന്നത് RBI ആണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്നാണ് RBI അറിയപ്പെടുന്നത്. വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നതും RBI ആണ്. അതുപോലെ സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നതും RBI ആണ്. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ റിസർവ് ബാങ്കിനെ സർക്കാരുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നു. അങ്ങനെ 3 വിശേഷണങ്ങളാണ് RBIക്ക് ഉള്ളത്. ഇനി നമുക്ക് RBIയുടെ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ RBIയുടെ ആദ്യത്തെ കടമ എന്നത് IMFൽ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുക എന്നുള്ളത് RBIയുടെ ഒരു കടമയാണ്. അതുപോലെ തന്നെ വായ്പകളുടെ നിയന്ത്രകൻ, അതായത് മോണിറ്ററി പോളിസീസിലൂടെ ഈ പലിശ നിരക്കിലെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് വായ്പകൾ നിയന്ത്രിക്കുക എന്നുള്ളത് RBIയുടെ ഒരു പ്രധാനപ്പെട്ട കടമയാണ്. ഇനി മറ്റൊരു പോയിൻ്റാണ്
പണസംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സർക്കാരിനെ സഹായിക്കുക എന്നുള്ളത് RBIയുടെ ഒരു കടമയാണ്. ഇങ്ങനെ സർക്കാരിനെ സഹായിക്കുമ്പോൾ RBI എന്ത് ചെയ്യുന്നില്ല, സർക്കാരിൽ നൽകുന്ന സേവനങ്ങൾക്ക് RBI പ്രതിഫലം വാങ്ങിക്കാറില്ല എന്നുകൂടി ഓർത്തു വയ്ക്കുക. അതുപോലെ 1 രൂപ ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. 1 രൂപ നോട്ട് ഒഴികെയുള്ള എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് RBI ആണ്. ഈ 1 രൂപ നോട്ട് അച്ചടിച്ചിറക്കുന്നത് ആരാണ്? 1 രൂപ നോട്ടും അതുപോലെ അനുബന്ധമായിട്ടുള്ള നാണയങ്ങളും ഒക്കെ അച്ചടിച്ചിറക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പാണ്. അതുപോലെ 1 രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത് ധനകാര്യ സെക്രട്ടറിയാണ്. 1 രൂപ നോട്ടിൽ സൈൻ ചെയ്യുന്നത്. മറ്റുള്ള നോട്ടുകളിലെല്ലാം RBI ഗവർണറാണ് സൈൻ ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വയ്ക്കുക, അത് PYQ ആണ്. ഇനി ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുക എന്നുള്ളതും RBIയുടെ ധർമ്മമാണ്. ഇന്ത്യൻ കറൻസിയുടെ വിനിമയ മൂല്യം സ്ഥിരമായി സൂക്ഷിക്കുക. അടുത്തത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വായ്പ നൽകുക. ഇതെല്ലാം RBIയുടെ ചുമതലയിൽ പെട്ടതാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI ആണ്. നമ്മൾ പഠിച്ചു എങ്ങനെയാണ് എല്ലാ ബാങ്കുകളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്നതും അതിന് പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതും അവയ്ക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുന്നതും എല്ലാം RBI ആണ്. അതുകൊണ്ട് തന്നെ ബാങ്കുകളുടെ ബാങ്ക് എന്ന RBI അറിയപ്പെടുന്നുണ്ട്. അതുപോലെ വാണിജ്യ ബാങ്കുകൾക്ക് വേണ്ട സമയത്ത് വായ്പ നൽകുകയും ചെയ്യുന്നുണ്ട് RBI അല്ലേ. RBIയിൽ നിന്ന് വാണിജ്യ ബാങ്കുകൾ സഹായം സ്വീകരിക്കുന്നുണ്ട്, കടമെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നറിയപ്പെടുന്നത് RBI ആണ്. എന്നറിയപ്പെടുന്നത് RBI ആണ്. ഇതൊരു PYQ ആണ്. ഇനി നമുക്ക് RBI ഗവർണേഴ്സിനെ കുറിച്ച് നോക്കാം. RBIയുടെ ആദ്യ ഗവർണർ ആരായിരുന്നു? ഓസ്ബേൺ സ്മിത്ത് ആയിരുന്നു. ഓസ്ബേൺ സ്മിത്ത് ആണ് RBIയുടെ ആദ്യ ഗവർണർ. അദ്ദേഹം ബ്രിട്ടീഷുകാരനാണ്. ഇനി RBIയുടെ സെക്കൻഡ് ഗവർണർ ആരായിരുന്നു? സെക്കൻഡ് ഗവർണർ ജെയിംസ് ടെയ്ലർ. ഇന്ത്യൻ കറൻസി നോട്ടിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ജെയിംസ് ടെയ്ലർ. ഓക്കെ, ഇനി തേർഡ് ഗവർണർ ആരായിരുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. തേർഡ് ഗവർണറാണ് ആദ്യമായിട്ട് RBI ഗവർണറാകുന്ന ഇന്ത്യക്കാരനായ വ്യക്തി. അദ്ദേഹം CD ദേശ്മുഖ് അല്ലേ. CD ദേശ്മുഖാണ് തേർഡ് ഗവർണർ, അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ ഓഫ് RBI എന്ന് ചോദിച്ചാൽ CD ദേശ്മുഖാണ്. നിലവിൽ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. RBIയുടെ 26ാമത് ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഇക്കാര്യം ഓർത്ത് വയ്ക്കുക, കറണ്ട് അഫയർ ആണ്. ഇനി നമുക്ക് പണനയങ്ങളെക്കുറിച്ച് നോക്കാം. എന്താണ് പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി? വിപണിയിലെ പണത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI പുറത്തിറക്കുന്ന നിയന്ത്രണമാണ് ഈ പണനയം അല്ലെങ്കിൽ മോണിറ്ററി പോളിസി. വിപണിയിൽ ചില സമയത്ത് പണം കൂടിയിരിക്കും, പണം കുറഞ്ഞിരിക്കും. അപ്പോൾ ഈ വിപണിയിലെ പണത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI പുറത്തിറക്കുന്ന നിയന്ത്രണത്തിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മോണിറ്ററി പോളിസി, അതുപോലെ റിവേഴ്സ് റിപ്പോ റേറ്റ്, ക്യാഷ് ലിക്വിഡിറ്റി റേഷ്യോ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താണെന്നുള്ള ഡൗട്ടാണ്. ആ ഒരു പോർഷൻ വായിക്കുക പോലും ചെയ്യാതെ സ്കിപ്പ് ചെയ്യുകയാണ് പതിവ് രീതി അല്ലേ. 10th മെയിൻസ് എക്സാമിന് ചോദിക്കുന്ന കുറേ ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ടേംസ്, RBIയുടെ കുറേ മോണിറ്ററി പോളിസീസ്, അതൊക്കെയാണ് ഇന്ന് നമുക്ക് അങ്ങോട്ട് പഠിക്കാനുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് പഠിച്ചെടുത്താൽ ഈ ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. വീഡിയോസ് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. നമുക്ക് നോക്കാം പണനയത്തെക്കുറിച്ച്. RBIയുടെ പണനയം നമ്മൾ പറഞ്ഞു, വിപണിയിൽ പണത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടിയിരിക്കും, ചിലപ്പോൾ കുറഞ്ഞിരിക്കും. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് RBI പുറത്തിറക്കുന്ന നിയന്ത്രണങ്ങളെയാണ് പൊതുവെ മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. അതായത് പൊതു സാമ്പത്തിക നയത്തിലെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പണത്തിൻ്റെ അളവിലും ലഭ്യതയിലും വിലയിലുമൊക്കെ കേന്ദ്ര ബാങ്ക് വരുത്തുന്ന നിയന്ത്രണം. സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വിപണിയിൽ പണം കൂടിയിരിക്കുകയാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള RBIയുടെ അടവ്. അതല്ലാന്നുണ്ടെങ്കിൽ വിപണിയിൽ പണത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അത് കൂട്ടിയെടുക്കാൻ വേണ്ടി RBI പ്രയോഗിക്കുന്ന തന്ത്രം. ഇതിനെയൊക്കെയാണ് മോണിറ്ററി പോളിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കുറച്ച് ടേംസ് പഠിച്ചിരിക്കാം. നമുക്ക് നോക്കാം. ആദ്യം വേരിയബിൾ റിസർവ് റേഷ്യോ എന്താണെന്ന് നോക്കാം. വേരിയബിൾ റിസർവ് റേഷ്യോയെക്കുറിച്ച് പറയുമ്പോൾ ആ ഭാഗത്ത് പഠിച്ചിരിക്കേണ്ട 2 ടേംസാണ് ക്യാഷ് റിസർവ് റേഷ്യോയും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. എന്താണ്? വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളിൽ ഒരു നിശ്ചിത ശതമാനം ബാങ്കുകൾ കരുതൽ ധനമായിട്ട് നീക്കിവെക്കണം.
RBIയുടെ റോളാണ്. ഈ വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന നിക്ഷേപങ്ങളിൽ എല്ലാം അങ്ങനെ അവർ റോൾ ചെയ്യാനായിട്ട് പാടില്ല. ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യണം, അവർ കരുതൽ ധനമായിട്ട് നീക്കിവെക്കണം. അപ്പോൾ ഇങ്ങനെ കരുതൽ ധനമായി നീക്കിവെക്കുന്ന 2 കാര്യങ്ങളാണ് CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. മറ്റൊന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അഥവാ SLR. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം. ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾ അവർക്ക് കിട്ടുന്ന മുഴുവൻ ഡെപ്പോസിറ്റ്, ആ മുഴുവൻ ഡെപ്പോസിറ്റിൻ്റെ ഒരു ഭാഗം നിയമാനുസൃതമായിട്ട് RBIയിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. അത് നിയമം പറയുന്ന കാര്യമാണ്. എന്താ, വാണിജ്യ ബാങ്കുകൾ സ്വീകരിക്കുന്ന ആ ഒരു നിക്ഷേപം ഫുള്ളായിട്ട് അവർ റോൾ ചെയ്യാനായിട്ട് പാടില്ല. അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം RBIയുടെ പക്കൽ കൊണ്ട് സൂക്ഷിക്കണം, കരുതൽ ധനമായിട്ട് കൊണ്ട് സൂക്ഷിക്കണം. പക്ഷേ RBI എന്ത് ചെയ്യില്ല, ഇതിന് പലിശയൊന്നും ഈ വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കില്ല. ക്ലിയർ ആയല്ലോ. വാണിജ്യ ബാങ്കുകൾ RBIയിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്ന കരുതൽ ധനാനുപാതം, അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ. അതിന് വാണിജ്യ ബാങ്കുകൾക്ക് പലിശ കിട്ടില്ല. ഇനി മറ്റൊന്ന് പറഞ്ഞല്ലോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതെന്താണ്? അത് ഈ വാണിജ്യ ബാങ്കുകളുടെ പക്കൽ അവർ ഗോൾഡായിട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളായിട്ടോ സൂക്ഷിക്കേണ്ട കരുതൽ ധനത്തിനെയാണ്. മുഴുവൻ എമൗണ്ട് അവർ ചിലവാക്കരുത്. അവർക്ക് ഈ വാണിജ്യ ബാങ്കുകൾക്ക് കിട്ടുന്ന നിക്ഷേപങ്ങൾ ഫുള്ളായിട്ട് അവർ റോൾ ചെയ്തെടുക്കാൻ പാടില്ല. നിശ്ചിത പെർസെൻറ്റേജ് ക്യാഷ് റിസർവ് റേഷ്യോ ആയിട്ട് RBIയിൽ കൊണ്ടുപോയി സൂക്ഷിക്കണം. മറ്റൊരു നിശ്ചിത പെർസെൻറ്റേജ് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആയിട്ട് ബാങ്കിൽ തന്നെ സൂക്ഷിക്കുകയും വേണം. അത് എങ്ങനെയൊക്കെ സൂക്ഷിക്കാം? അത് ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ബോണ്ടായിട്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിട്ടോ ഗോൾഡായിട്ടോ ഒക്കെ ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതിനിവർക്ക് പലിശ കിട്ടുകയും ചെയ്യും, പലിശയുണ്ട്. ഓക്കെ, ബാങ്കിൽ തന്നെ സൂക്ഷിക്കുന്ന എമൗണ്ടാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഈ 2 പോയിൻറ്റ്സ്. ഇനി നമുക്ക് പഠിക്കേണ്ട 2 പോയിൻറ്റ്സ് ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തെക്കുറിച്ചും ഡിഫ്ലേഷൻ അഥവാ പണച്ചുരുക്കത്തെക്കുറിച്ചുമാണ്. അപ്പോൾ എന്താണ് ഇൻഫ്ലേഷൻ? പണപ്പെരുപ്പമാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് പണപ്പെരുപ്പം. വിപണിയിൽ പണം പെരുകി നിൽക്കുകയാണ്, എല്ലാവരുടെ കയ്യിലും പരിധിയിലധികം കാശുണ്ട്. ഓക്കെ, അതായത് പണത്തിൻ്റെ മൂല്യം അവിടെ കുറവാണ്, എല്ലാവരുടെ കയ്യിലും കാശാണ്. അപ്പോൾ ഈ വിപണിയിൽ പണത്തിൻ്റെ അളവ് കൂടി നിൽക്കുമ്പോൾ RBI എന്ത് ചെയ്യും? പണത്തിൻ്റെ അളവ് കുറയ്ക്കാനുള്ള പരിപാടി നോക്കും. പണത്തിൻ്റെ അളവ് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചധികം എമൗണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേരിയബിൾ റിസർവ് റേഷ്യോയിൽ നമ്മൾ റിസർവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അല്ലേ, കുറച്ച് പണത്തിൻ്റെ അളവ് വിപണിയിൽ കുറഞ്ഞിരിക്കും. CRR ആയിട്ട്, അതായത് റിസർവ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് വാണിജ്യ ബാങ്കുകൾ സൂക്ഷിച്ച് വെക്കുന്നതാണ് CRR അല്ലേ, ആ എമൗണ്ട്. അപ്പോൾ ആ എമൗണ്ട് അങ്ങ് കൂട്ടുകയാണ്, CRR അങ്ങ് കൂട്ടുകയാണെങ്കിൽ കുറേ എമൗണ്ട് എവിടെ എത്തും? റിസർവ് ബാങ്കിലേക്ക് എത്തും. അപ്പോൾ വിപണിയിലെ പണത്തിൻ്റെ അളവ് കുറച്ച് കുറയുമല്ലോ. അതുപോലെ തന്നെ ബാങ്കുകൾ അവരുടെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും കൂട്ടുകയാണെങ്കിൽ വിപണിയിലെ പണത്തിൻ്റെ അളവ് കുറയുമല്ലോ. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBI ചെയ്യുന്ന ടെക്നിക്കാണ് CRRഉം കൂട്ടും SLRഉം കൂട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ബാങ്കുകൾക്ക് കൊടുക്കും. ക്ലിയർ ആയല്ലോ. കരുതൽ ധനം കൂടും. അപ്പോൾ എന്ത് ചെയ്യും? ബാങ്കുകൾക്ക് ഈ ലോണൊക്കെ കൊടുക്കാനുള്ള ബാങ്കിൻ്റെ ശേഷി അങ്ങ് കുറയും ആണല്ലോ. അപ്പോൾ ഒരു വിപണിയിൽ ഇഷ്ടംപോലെ കാശാണെങ്കിൽ ആൾക്കാർക്കൊന്നും എന്ത് വേണ്ടി വരില്ല? ലോൺ വേണ്ടി വരില്ല. അപ്പോൾ ഈ CRRഉം SLRഉം ഒക്കെ കൂട്ടുമ്പോൾ കുറേ പെർസെൻറ്റേജ് അങ്ങോട്ട് പോകും, പിന്നെ ബാങ്കുകളുടെ കയ്യിലുള്ള തുക കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇൻഫ്ലേഷൻ്റെ നിരക്ക് കുറയ്ക്കും, പണപ്പെരുപ്പം RBI കുറയ്ക്കും. അപ്പോൾ പണപ്പെരുപ്പം RBI കുറയ്ക്കാൻ വേണ്ടിയിട്ട് CRRഉം SLRഉം കൂട്ടും എന്ന് ആലോചിച്ച് വെക്കുക. CRR എന്താണ്, SLR എന്താണെന്ന് ക്ലിയറായി. ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് CRRഉം SLRഉം RBI കൂട്ടാനുള്ള നിർദ്ദേശമാണ് ബാങ്കുകൾക്ക് കൊടുക്കുക. ഇനി അടുത്തത് ഡിഫ്ലേഷൻ അല്ലെങ്കിൽ പണച്ചുരുക്കം എന്താണെന്ന് നോക്കാം. ഇൻഫ്ലേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഡിഫ്ലേഷൻ. ഇവിടെ എന്താണ്? വിപണിയിൽ പണത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ഈ CRRഉം SLRഉം കൂട്ടിക്കൊണ്ടിരുന്നാൽ പറ്റുമോ? ഇല്ല. വിപണിയിലേക്ക് പണം ചെല്ലണമെന്നുണ്ടെങ്കിൽ RBI CRRഉം SLRഉം കുറയ്ക്കാനുള്ള നിർദ്ദേശമാണ് വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുക. അതായത് കരുതൽ ധനം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ കാശ് ഉണ്ടാവും, ബാങ്കുകളുടെ കയ്യിൽ കൂടുതൽ കാശ് ഉണ്ടാവും. അപ്പോൾ ഈ കാശ് ലോൺ കൊടുക്കാൻ വേണ്ടി അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വിപണിയിലേക്ക് കൂടുതൽ കാശ് എത്തിക്കാൻ വേണ്ടിയിട്ട് RBIക്ക് സാധിക്കും. ക്ലിയർ ആയോ? ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും CRRഉം SLRഉം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ ആളുകളുടെ കയ്യിലെ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു കുറേ കാര്യങ്ങളും RBI കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മണി സപ്ലൈ എന്ന് പറഞ്ഞാൽ? അതായത് ഒരു നിശ്ചിത സമയത്ത് പൊതുജനങ്ങളുടെ പക്കലും വേണ്ടുന്ന ഒരു പണത്തിൻ്റെ ശേഖരമുണ്ട് അല്ലേ, ആ ഒരു പണത്തിൻ്റെ ശേഖരത്തിനെയാണ് മണി സപ്ലൈ റെഗുലേഷൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സമയത്ത് പൊതുജനങ്ങളുടെ പക്കലുള്ള പണത്തിൻ്റെ ശേഖരമാണ് മണി സപ്ലൈ റെഗുലേഷൻ. അപ്പോൾ ഈ മണി സപ്ലൈ റെഗുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന അവിടെ ഇൻഫ്ലേഷനും പാടില്ല. ഇൻഫ്ലേഷൻ വരുമ്പോൾ ആ പൈസ കുറയ്ക്കാനുള്ള അടവ് RBI എടുക്കും. അതുപോലെ ഡിഫ്ലേഷൻ വരുമ്പോൾ വിപണിയിലേക്ക് പണത്തിൻ്റെ അളവ് കൂട്ടാനുള്ള ടെക്നിക്കും RBIയുടെ കയ്യിലുണ്ട്.
ഇനി നമുക്ക് റിപ്പോ റേറ്റ് എന്താണെന്ന് നോക്കാം. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിമ്പിളാണ് കാര്യം, നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ മതി. നോക്കാം റിപ്പോ റേറ്റ് എന്താണെന്ന്. പണനയത്തിൻ്റെ ഭാഗമായിട്ട് RBI സ്വീകരിക്കുന്ന ഹ്രസ്വകാല നടപടിയാണ്. കുറച്ച് ഷോർട്ട് ടേം പോളിസിയാണ് ഈ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ കൊണ്ടുവരുന്ന ആരാണ്? RBI ആണ്. അതായത് ബാങ്കുകളിൽ, ഇപ്പോൾ വാണിജ്യ ബാങ്കുകളിലൊക്കെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. വാണിജ്യ ബാങ്കുകളിൽ കാശില്ലാതിരിക്കുമ്പോൾ ബാങ്കുകൾ എന്ത് ചെയ്യും? അവരുടെ കൈവശമുള്ള ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങളെല്ലാം RBIക്ക് ഹ്രസ്വകാലത്തേക്ക് വിൽക്കും, അല്ലെങ്കിൽ കൈമാറും, പണയം വയ്ക്കും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. RBIക്ക് അവരുടെ കയ്യിലുള്ള ഗവൺമെൻറ് കടപ്പത്രങ്ങളെല്ലാം RBIയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും ഒരു ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പണയം വെച്ച് എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് പണയം വെച്ച് ബാങ്കിൽ നിന്ന് കാശെടുക്കുന്ന പോലെ വാണിജ്യ ബാങ്കുകൾ അവരുടെ ഷോർട്ടേജ് വരുമ്പോൾ RBIയിൽ കൊണ്ടുപോയിട്ട് ഗവൺമെൻറ് കടപ്പത്രങ്ങളെല്ലാം വിൽക്കുകയാണ്. അപ്പോൾ ഹ്രസ്വകാലം കഴിഞ്ഞിട്ട് ഞങ്ങളത് തിരിച്ചെടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കൊണ്ടുപോയി വിൽക്കുന്നത്. അപ്പോൾ RBI ഇതിനൊരു മുൻകൂട്ടി ഒരു പലിശ നിരക്ക് കണക്കാക്കും. അങ്ങനെ ഈ വാണിജ്യ ബാങ്കുകൾക്ക് പൈസ കൊടുക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഹ്രസ്വകാല നടപടിയാണല്ലോ. ഈ ഹ്രസ്വകാലം കഴിയുമ്പോൾ ഈ RBIയിൽ വന്നിട്ട് ഇവർ ഈ ഗവൺമെൻറ് കടപ്പത്രങ്ങൾ തിരിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RBI ഒരു പലിശ ഈടാക്കുമല്ലോ. അതിനെയാണ് എന്ത് പറയുക? റിപ്പോ റേറ്റ് എന്ന് പറയാം. ഒന്നുകൂടി പറയാം. വാണിജ്യ ബാങ്കുകൾക്ക് ഫണ്ട് ഷോർട്ടേജ് വരുമ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോണ്ടുകളൊക്കെ RBIയിൽ സമർപ്പിച്ചിട്ട് അതൊരു കൊളാട്രൽ വെക്കും. കൊളാട്രൽ വെച്ചതിന് ശേഷം മാത്രം ഒരു ഹ്രസ്വകാലത്തേക്ക് RBI എന്ത് ചെയ്യും? വാണിജ്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കും. ഈ ലോണിന് RBI ഈടാക്കുന്ന പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കാം. വാണിജ്യ ബാങ്കിന് ഫണ്ട് ഷോർട്ടേജ് വരുമ്പോൾ ഗവൺമെൻറ് കടപ്പത്രങ്ങളോ മറ്റോ RBIയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് അവരൊരു ഹ്രസ്വകാലത്തേക്ക് ലോൺ എടുക്കും. ആ ലോണിന് RBI പലിശ ഈടാക്കും. RBI വാണിജ്യ ബാങ്കുകളുടെ മേൽ ഈടാക്കുന്ന ഈ പലിശയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ റിപ്പോ റേറ്റ് 5.50% ആണ്. അതായത് ജൂൺ 6, 2025 പുതിയ മോണിറ്ററി പോളിസി അപ്ഡേഷൻ അനുസരിച്ച് നിലവിൽ റിപ്പോ റേറ്റ് 5.50% ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി റിപ്പോ റേറ്റ് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഒരു ചോദ്യം. ഇൻഫ്ലേഷൻ്റെ സമയത്ത്, ഇൻഫ്ലേഷൻ എന്ന് വെച്ചാൽ പണപ്പെരുപ്പം, മാർക്കറ്റിൽ കാശ്, എല്ലാവരുടെ കയ്യിലും കാശ്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ്റെ സമയത്ത് റിപ്പോ റേറ്റ് കൂടുവോ കുറയുമോ? ഇൻഫ്ലേഷൻ്റെ സമയത്ത് റിപ്പോ റേറ്റിൽ എന്ത് മാറ്റമാണ് RBI കൊണ്ടുവരിക? ഇൻഫ്ലേഷൻ്റെ സമയത്ത് റിപ്പോ റേറ്റ് കൂട്ടും അല്ലേ? ഇൻഫ്ലേഷൻ്റെ സമയത്ത് റിപ്പോ റേറ്റ് കൂടിയാലാണ് കുറേ കാശ് RBIയിലേക്ക് എത്തുള്ളൂ. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കുറേ കാശ് RBIയിലേക്ക് എത്തണം. അപ്പോഴാണ് പണപ്പെരുപ്പം അത് കുറയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് RBI റിപ്പോ റേറ്റ് പണപ്പെരുപ്പത്തിൻ്റെ സമയത്ത് കൂട്ടും. അതുപോലെ ഡിഫ്ലേഷൻ്റെ സമയത്താണെങ്കിലോ റിപ്പോ റേറ്റ് കൂട്ടിയിരുന്നാൽ പറ്റുമോ? ഇല്ല. ഡിഫ്ലേഷൻ്റെ സമയത്ത് റിപ്പോ റേറ്റ് കുറച്ചുകൊണ്ടാണ് RBI ഈ ഡിഫ്ലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. നിലവിൽ നമ്മുടെ റിപ്പോ റേറ്റ് 5.50% ആണ്. കറണ്ട് അഫെയർ ഫാക്റ്റാണ്, നോട്ട് ചെയ്ത് വയ്ക്കുക. റിപ്പോ റേറ്റ് ജൂൺ 6, 2025 മോണിറ്ററി പോളിസി അനുസരിച്ചാണ് പറയുന്നത്. റിപ്പോ റേറ്റ് 5.50% ആണ്. ഇനി നമുക്ക് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് നോക്കാം. റിപ്പോ റേറ്റിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് എന്ന് പറയുമ്പോൾ വാണിജ്യ ബാങ്കുകൾ RBIയിൽ പോയിട്ട് കടമെടുക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ്? രാജ്യത്ത് പണപ്പെരുപ്പം ഉണ്ടാവുന്ന സമയമാണെന്ന് വയ്ക്കും. അപ്പോൾ ഈ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കിൽ നിന്ന് കേന്ദ്ര ബാങ്കായ RBI കടമെടുക്കും. വാണിജ്യ ബാങ്കിൽ നിന്ന് തിരിച്ച് RBI ആണ് റിവേഴ്സ് റിപ്പോയിൽ കടമെടുക്കുന്നത്. അപ്പോൾ ഈ കേന്ദ്ര ബാങ്ക് അതിനൊരു പലിശയും കൊടുക്കും. പക്ഷേ റിപ്പോ റേറ്റിൻ്റെ അത്ര പലിശ റിവേഴ്സ് റിപ്പോ റേറ്റിന് ഉണ്ടായിരിക്കില്ല. വാണിജ്യ ബാങ്കിൽ കാശ് ഒരുപാട് ഉണ്ടായിരിക്കും ഇൻഫ്ലേഷൻ്റെ സമയത്ത് അല്ലേ? ആർക്കും ലോണൊന്നും വേണ്ട, എല്ലാവരുടെ കയ്യിലും കാശാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ സമയത്ത് വാണിജ്യ ബാങ്കിൽ ധാരാളം കാശുണ്ടായിരിക്കും. ആ കാശ് RBIയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് RBIയുടെ മോണിറ്ററി പോളിസിയാണ് ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. RBI പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്. ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBI റിവേഴ്സ് റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാങ്കുകളെല്ലാം വേഗം എന്ത് ചെയ്യും? RBIക്ക് കടം കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വിപണിയിലെ കാശ് കുറയും. ഇനി ഡിഫ്ലേഷൻ്റെ സമയത്താണെങ്കിൽ RBI പെട്ടെന്ന് റിവേഴ്സ് റിപ്പോ റേറ്റ് അങ്ങ് കുറയ്ക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കുകൾ എന്ത് ചെയ്യും? കൂടുതൽ അവർക്ക് പലിശ കിട്ടുന്നത് ആളുകളിലേക്ക് ലോണുകൾ കൊടുക്കുമ്പോഴാണ്. അപ്പോൾ RBIയിൽ നിന്നല്ല, തിരിച്ച് ആളുകളിലേക്കാണ് അവർ ലോണുകൾ കൊടുക്കുക. അപ്പോൾ വിപണിയിലേക്ക് എന്ത് ചെയ്യും? കാശ് എത്തുകയും ചെയ്യും. ഡിഫ്ലേഷന് മിനിമലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ക്ലിയർ ആയ പോയിന്റ്? ഇൻഫ്ലേഷൻ്റെ സമയത്ത് റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടും.
ഡിഫ്ലേഷൻ്റെ സമയത്ത് റിവേഴ്സ് റിപ്പോ റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റിപ്പോ റേറ്റിൻ്റെ കേസിൽ ഇത് നേരെ തിരിച്ചാണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക, മാറിപ്പോവാതെ പഠിക്കുക. അപ്പോൾ ഇവിടുത്തെ കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പ്രത്യേക പോയിന്റ് ഇതാണ്. റിപ്പോ റേറ്റിലും റിവേഴ്സ് റിപ്പോ റേറ്റിലും നമ്മൾ RBI വാണിജ്യ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ വാണിജ്യ ബാങ്ക് RBI പോയി കടമെടുക്കുന്നതാണെങ്കിലും ഇതൊക്കെ ഒരു കൊലാട്രൽ ബേസിസിലാണ്, എന്ന് വെച്ചാൽ ഒരു ഈടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാങ്ക് റേറ്റ് പോളിസിയാണ്. ഇത് പറയാൻ കാരണം ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത് ഈടില്ലാതെ ദീർഘകാലത്തേക്ക് RBI ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയാണ്. അതായത് ഈടൊന്നും വെക്കേണ്ട, നമ്മുടെ റിവേഴ്സ് റിപ്പോ റേറ്റും അല്ലെങ്കിൽ റിപ്പോ റേറ്റും പോലെ അത് രണ്ടും ഹ്രസ്വകാലത്തേക്കാണ്. എന്നാൽ ഈടൊന്നും ഇല്ലാതെ, കൊളാട്രൽ ഒന്നും ഇല്ലാതെ ദീർഘകാലത്തേക്ക് RBI ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയാണ് ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് പോളിസി ഇതിന് പലിശ കൂടുതലായിരിക്കും, കാരണം ഈടൊന്നും വെക്കുന്നില്ല, അപ്പോൾ ഇതിന് പലിശ കൂടുതലായിരിക്കും. അപ്പോൾ റിപ്പോ റേറ്റിനേക്കാളും കൂടുതലായിരിക്കും എന്തെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് പോളിസി. ഇതൊരു ചോദ്യം, ഒരു PYQ ആണ്. റിപ്പോ റേറ്റ് ആണോ റിവേഴ്സ് റിപ്പോ റേറ്റ് ആണോ ബാങ്ക് റേറ്റ് പോളിസി ആണോ കൂടുതൽ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇതിൽ ബാങ്ക് റേറ്റ് പോളിസി ആയിരിക്കും എപ്പോഴും കൂടുതൽ. അതിന് തൊട്ട് താഴെയായിരിക്കും റിപ്പോ റേറ്റ്, അതിനും തൊട്ട് താഴെയായിരിക്കും റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓർത്ത് വയ്ക്കുക ഈ പോയിന്റ്. ഇതൊരു PYQ ആണ്. ക്ലിയർ ആയല്ലോ? ഇത് ബാങ്ക് റേറ്റ് പോളിസി എന്താണെന്ന് ക്ലിയർ ആയി. ഈടില്ലാതെ ദീർഘകാലത്തേക്ക് RBI ബാങ്കുകൾക്ക് കൊടുക്കുന്ന, വാണിജ്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന വായ്പയാണ്. ഇതിന് പലിശ കൂടുതലാണെന്ന് എപ്പോഴും ഓർത്ത് വയ്ക്കുക. നിലവിൽ ഇതിൻ്റെ പലിശ 5.75% ആണ്. 5.75% ആണ് ഈ ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിലവിൽ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് നമ്മൾ നോക്കിയാൽ അതിൻ്റെ പെർസെൻറ്റേജും 5.75% നമുക്ക് കാണാം. എന്താണ് ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ MSF എന്ന് പറഞ്ഞാൽ? 2011 ഒക്ടോബറിൽ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. അതായത് RBIയുമായിട്ട് കറണ്ട് അക്കൗണ്ട് സൗകര്യമുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ഒരു ദിവസത്തേക്ക് നൽകുന്ന ലോൺ സൗകര്യം, അതാണ് ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. RBIയുമായി കറണ്ട് അക്കൗണ്ട് സൗകര്യമുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് ഒരു ദിവസത്തേക്ക് നൽകുന്ന ലോൺ സൗകര്യമാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ MSF. അതിനും പലിശ കൂടുതലായിരിക്കും. നമ്മുടെ ഈ നിലവിൽ ഈ ബാങ്ക് റേറ്റ് പോളിസിയെ പോലെ തന്നെ 5.75% ആണ് ഈ MSFൻ്റെയും പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 5.75%. ക്ലിയർ ആയല്ലോ? ബാങ്ക് റേറ്റ് പോളിസിയും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും നമ്മൾ 2025 ജൂൺ 6 മോണിറ്ററി പോളിസി, അവരുടെ ആ ഒരു മോണിറ്ററി പോളിസി അനുസരിച്ച് പെർസെൻറ്റേജ് 5.75 ആണ്. ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ബാങ്ക് റേറ്റ് പോളിസിയും അതുപോലെ അതിന് തൊട്ട് താഴെയാണ് റിപ്പോ റേറ്റ്, അതിൻ്റെയും തൊട്ട് താഴെയാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. 2025 ജൂൺ 6 ലേറ്റസ്റ്റ് മോണിറ്ററി പോളിസി അപ്ഡേഷൻ അനുസരിച്ച് ബാങ്ക് റേറ്റും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റിയും 5.75% ആണ്. അതിൻ്റെ തൊട്ട് താഴെയാണ് റിപ്പോ റേറ്റ് വരുന്നത്, 5.50% ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35 ആണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതെന്താണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ്? SDF എന്ന് പറയും. 2022 ഏപ്രിൽ 8 നിലവിൽ വന്ന ഒരു സംവിധാനമാണ് സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. അതായത് ഇനിഷ്യൽ റേറ്റ് ഇതിന് 3.75% ഫിക്സഡ് റേറ്റ് ആക്കി വെച്ചുകൊണ്ട് ഈടില്ലാതെ RBI വാണിജ്യ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന ഒരു ഏർപ്പാടായിരുന്നു സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇതിന് ഇൻട്രസ്റ്റ് റേറ്റ് 5.25% ആണ്. അതായത് ബാങ്കുകളിൽ, വാണിജ്യ ബാങ്കുകളിൽ അധികമുള്ള പണം RBIയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് റേറ്റിലായിരുന്നു ഇവരിത് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഈ ഫിക്സഡ് ഇനിഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് 3.75 ആയിരുന്നു. ആ ഒരു പലിശ നിരക്കിൽ ഈടില്ലാതെ RBI വാണിജ്യ ബാങ്കിൽ നിന്ന് കടമെടുക്കുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു സ്റ്റാൻഡിംഗ് ഡിപ്പോസിറ്റ് ഫെസിലിറ്റി. എന്നാൽ പിന്നീട് ഈ ഒരു ഇനിഷ്യൽ റേറ്റ് മാറ്റി കൂട്ടി കൊണ്ടുവന്നു. ഇപ്പോൾ സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് 5.25% ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനെ കുറിച്ച് കൂടി നോക്കാം. അതായത് തുറന്ന വിപണി നടപടികൾ. പ്രത്യേകിച്ച് ഒന്നുമില്ല, സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ, സർക്കാരിൻ്റെ കടപ്പത്രങ്ങൾ മാർക്കറ്റിൽ വിൽക്കുക, വാങ്ങുക. ഇത് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. സർക്കാരിൻ്റെ കടപ്പത്രങ്ങൾ വിപണിയിൽ വിൽക്കുന്നതും വാങ്ങുന്നതും RBI. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇൻഫ്ലേഷൻ്റെ സമയത്ത് വിപണിയിലുള്ള
കാശിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ്റെ സമയത്ത് RBI എന്ത് ചെയ്യും? കടപ്പത്രങ്ങളൊക്കെ വിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാശുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ ഒരു സാധനം കിട്ടിയാൽ നമ്മൾ മേടിക്കും. അപ്പോൾ വിപണിയിൽ കാശുള്ളപ്പോൾ കടപ്പത്രങ്ങൾ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുക. ആര്? RBI. ഇനി ഡിഫ്ലേഷൻ്റെ സമയത്താണെങ്കിലോ RBI ഈ കടപ്പത്രങ്ങൾ തിരികെ വാങ്ങിക്കുകയാണ് ചെയ്യുക. ഓക്കെ, തിരികെ വാങ്ങിക്കുക. അപ്പോൾ വിറ്റ കടപ്പത്രങ്ങൾ തിരികെ വാങ്ങിക്കും, എന്നിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള കാശ് കൊടുക്കുന്നു. അപ്പോൾ ഡിഫ്ലേഷൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതും ഒരു മോണിറ്ററി പോളിസിയാണ്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നതും RBIക്ക് ഇൻഫ്ലേഷനും ഡിഫ്ലേഷനും മാനേജ് ചെയ്യാനുള്ള ഒരു പോളിസിയാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിൽ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ടേംസ് ആയിട്ട് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. RBI റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ പഠിച്ചു ചേർക്കണം. RBIയും അതിൻ്റെ ചുമതലയും അതിൻ്റെ ചിഹ്നവും അതിൻ്റെ ഡ്യൂട്ടീസും മാത്രം പഠിച്ചാൽ പോരാ. ഈ കാര്യങ്ങൾ കൂടി പഠനത്തിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നത് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷനേ ഉള്ളൂ. ഈ ടേംസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാനായിട്ട് സാധിക്കും. ഈ ഭാഗം പഠിക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾ നോട്ട്സ് എഴുതി തന്നെ പഠിക്കുക. ഇനി നോട്ട്സ് എഴുതി കഴിഞ്ഞിട്ട് വീഡിയോ പിന്നീട് 2x സ്പീഡിലിട്ട് കണ്ടാൽ തീർച്ചയായിട്ടും ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.